ഇന്ത്യയിലെ മാധ്യമ കമ്പനികളിൽ പ്രമുഖന്മാരായ ഡിസ്നി, ഹോട്ട്സ്റ്റാറും റിലയൻസും തമ്മിൽ ലയനത്തിനായി ഒരുങ്ങുകയാണ്. അധികം വൈകാതെ തന്നെ, കൂടിപ്പോയാൽ അടുത്ത വർഷം ആദ്യത്തോടെ തന്നെ ലയന നടപടികൾ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ റിലയൻസിന്റെ ലക്ഷ്യം. എന്നാൽ പുതിയ കമ്പനിയിൽ ശരിക്കും റിലയൻസിനാണ് മുൻതൂക്കമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പ്രധാനമായും ഈ കമ്പനിയുടെ ഓഹരി റിലയൻസിന്റെ കൈവശം തന്നെയാണ്. 46.82% ഓഹരികൾ റിലയൻസിനും 36.84 ഓഹരികൾ ഡിസ്നിക്കുമായിരിക്കും. 70,350 കോടി രൂപയുടേതാണ് ഈ ലയനം. സ്റ്റാർ സ്പോർട്സ്, കളേഴ്സ് അടക്കം 120ഓളം ചാനലുകൾ പുതിയ കമ്പനിക്ക് കീഴിലേക്ക് വരുമെന്നാണ് കരുതുന്നത്. കമ്പനിയുടെ മൂല്യവും വളർച്ചയും സോണി ലിവ്, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ മുൻനിര കമ്പനികളുമായിട്ടാകും ഡിസ്നി റിലയൻസിന്റെ ഇനി അങ്ങോട്ടുള്ള മത്സരം. ഡിസ്നിയുടെ കണ്ടന്റുകൾ കൂടി ലഭിക്കുന്നതോടെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കാൻ റിലയൻസിന് കഴിയുമെന്നാണ് കരുതുന്നത്.